നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 626th day. Today 18th sloka of Pradhamaskandam 4th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 626 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4ാമത്തെ അധ്യായത്തിലെ 18ാമത്തെ ശ്ലോകം. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകങ്ങളുടെ തുടർച്ച തന്നെയാണ് ഈ ശ്ലോകവും. ദുർഭഗാംശ ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദ്യദ്യോഹിതമോ അമോഘദൃക്. ഓം ശ്രീകൃഷ്ണായ നമഃ. ദുർഭഗാംശ ജനാൻ വീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദ്ദോഹിതമോഘദൃക്. ഓം ശ്രീകൃഷ്ണായ നമഃ. ദുർഭഗാൻ, ഭാഗ്യമില്ലാത്തവൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ വരാൻ പോകുന്ന ഭൂതങ്ങളെക്കുറിച്ചുള്ള വരാൻ പോകുന്ന ജീവന്മാരെക്കുറിച്ചുള്ള കുറേ വർണ്ണനകൾ പറഞ്ഞു. ഇപ്പോൾ ബാക്കി പറയുകയാണ്. ദുർഭഗാൻ, അതായത് ദുർഭഗാം, ഭാഗ്യമില്ലാത്തവർ. ജനാൻ, ജനങ്ങളെ, ഭാഗ്യമില്ലാത്ത ജനങ്ങളെ. ദിവ്യചക്ഷുഷ, ദിവ്യദൃഷ്ടി കൊണ്ട്. വീക്ഷ്യ, കണ്ടു. മുനി, ദിവ്യദൃഷ്ടി കൊണ്ട്. ദുർഭഗാം ച ജനാൻ വീക്ഷ്യ മുനിർ ദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദ്യദ്ദോ ഹിതം അമോഘദൃക്. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് ദിവ്യചക്ഷുഷ, ദിവ്യദൃഷ്ടി കൊണ്ട്. ദുർഭഗാൻ, ഭാഗ്യമില്ലാത്ത. വീക്ഷ്യ, കണ്ടിട്ട്, ഇപ്രകാരമുള്ള ജനങ്ങളെ കണ്ടിട്ട്. അമോഘദൃക്, വ്യക്തമല്ലാത്ത ആലോചനയോടുകൂടി. അതായത് ചിലർ അനാവശ്യമായിട്ട് ആലോചിക്കും. പക്ഷേ ഈ മഹർഷിയുടെ ആലോചന അമോഘദൃക്, വ്യർത്ഥമല്ലാത്തതാണ്. നമ്മൾ സാധാരണക്കാർ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ, നടക്കാൻ പോകാത്തതും ആവശ്യമില്ലാത്ത കാര്യങ്ങളുമൊക്കെ ചിന്തിക്കും. പക്ഷേ മഹർഷിമാർ ചിന്തിക്കുന്നത് ആവശ്യമുള്ള കാര്യം, വ്യർത്ഥമല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ അവർ ചിന്തിക്കുകയില്ല. അപ്രകാരം വ്യക്തമല്ലാത്ത ആലോചനയോട് കൂടിയ മുനി, ആ വ്യാസർ, സർവവർണാശ്രമാണാം, സർവവർണാശ്രമങ്ങൾക്കും ഹിതം യത്, ഹിതകരമായിട്ടുള്ള ഇതിനെ ദദ്യോ, ധ്യാനിച്ചു. യത് ദദ്യോ, അദ്ദേഹം യത്, ഹിതം യത് ദദ്യോ, അങ്ങനെയാണ് അവിടെ പദം പിരിക്കേണ്ടത്. ഹിതം യത് ദദ്യോ അമോഘദൃക്, എല്ലാ വ്യർത്ഥമല്ലാത്ത ആലോചനയോട് കൂടിയ ആ മുനി ഹിതം യത്, ഹിതം ആയതിനെ ദദ്യോ, ധ്യാനിച്ചു. യത് ദദ്യോ ഹിതം അമോഘദൃക്, അങ്ങനെയാണ് അവിടെ പദം വരിക. അതായത് വ്യാസമുനി, കഴിഞ്ഞ 4 ശ്ലോകങ്ങളുടെയും കൂടി അർത്ഥം ഇപ്രകാരമാണ്. വ്യാസമഹാമുനി സരസ്വതി നദീതീരത്തിരുന്ന് തൻ്റെ ശരീരമൊക്കെ ശുദ്ധമാക്കിയതിന് ശേഷം ധ്യാനത്തിൽ ഇപ്രകാരം ആലോചിച്ചു കൊണ്ടിരുന്നു. വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചും കഴിഞ്ഞ കാലത്തെക്കുറിച്ചുമൊക്കെ അറിയാവുന്ന ആ മഹാമുനി, വ്യർത്ഥമായതിനെക്കുറിച്ച് ആലോചിക്കാത്ത മഹർഷി, വരാൻ പോകുന്ന കാലത്തുള്ള ജനങ്ങളുടെ ശ്രദ്ധയില്ലായ്മയും ബലമില്ലായ്മയും
ആയുസ്സില്ലായ്മയും ഭാഗ്യമില്ലാത്തതും ഒക്കെ ചിന്തിച്ചിട്ട് അവർക്ക് ഹിതകരമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ ആലോചന വ്യക്തമാവുകയില്ല എന്നാണ് ആ അമോഘദൃക് എന്നുകൊണ്ട് പറയുന്നത്. എല്ലാ വർണ്ണാശ്രമങ്ങൾക്കും, ഒരാൾക്കൊരാൾക്കല്ല, എല്ലാവർക്കും ഹിതകരമായ കാര്യം എന്തെന്നതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു, ഉൾക്കണ്ണുകൊണ്ട് കണ്ടു എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ദുർഭകാംശജനാൻവീക്ഷ്യ മുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദ്യദ്ദോഹിത അമോഘദൃക്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.